നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണ് നീല അമൽപ്പൊരി എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ സർപ്പഗന്ധിയൊക്കെ ആയിട്ട് വളരെ സാദൃശ്യമുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ടാണ് ഇതിന് നീല അമൽപ്പൊരി എന്ന് പറഞ്ഞ പേര് കിട്ടിയത്. കാരണം സർപ്പഗന്ധിക്ക് വേറെ പേര് കൂടിയുണ്ട്, അമൽപ്പൊരി എന്ന് പറഞ്ഞ പേര് കൂടിയുണ്ട്. ഇംഗ്ലീഷിൽ ഇതിന് കോമൺ ആയിട്ട് വിളിക്കുന്നത് കേർവ്ഡ് ഫ്ലവേർഡ് ചെസാലിയ അല്ലെങ്കിൽ കേർവ്ഡ് ഫ്ലവേർഡ് ബുഷ് എന്നൊക്കെയാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ റുബേസിയ ഫാമിലിയിലുള്ള ചെസാലിയ കർവിഫ്ലോറ എന്നാണ്. ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ തുടങ്ങി തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ സാധാരണമായിട്ട് കാണപ്പെടുന്ന ഈ ഇടത്തരം കുറ്റിച്ചെടി വനങ്ങളിലും പൊന്തക്കാടുകളിലും വൻമരങ്ങളുടെ കീഴിലും ഒക്കെ ആയിട്ടാണ് വളരുന്നത്. ഇതൊരു ഇടത്തരം കുറ്റിച്ചെടിയാന്ന് പറഞ്ഞല്ലോ. ഇതിന് 5 അടി വരെയാണ് മാക്സിമം പൊക്കം വെക്കുള്ളൂ. ഇളം തണ്ടിനാണെങ്കിൽ ഒരു പർപ്പിൾ കളറിലായിരിക്കും ഉണ്ടാവുക. അത് വളരുംതോറും അതിന് പച്ച കളറും പിന്നീട് അതിനൊരു ബ്രൗൺ കളറും ഒരു വുഡി സ്ട്രക്ചറൊക്കെ വരും. ഇലകളാണെങ്കിൽ 3/4 അടിയോളം നീളവും 2 ഇഞ്ച് വീതിയുള്ള നല്ല പച്ച നല്ല ബ്യൂട്ടിഫുൾ ഇലകളാണ്. ഇതിന്റെ ഞരമ്പുകൾ ഇലയുടെ 2 വശത്തും തന്നെ ഞരമ്പുകളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാം. പൂക്കൾ ജനറലി പിങ്ക് നിറത്തിലാണുള്ളത്. പക്ഷെ അതിന്റെ ആ എതളുകൾക്കൊക്കെ ഒരു വൈറ്റ് കളറാണ്, ഒരു പെയിൽ വൈറ്റ് കളറാണ്. പൂക്കൾ കൊലകളായിട്ടാണ് വിരിയുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് മൊട്ടുകളാണ്. അതും ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളറിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ എതളുകളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 എതളുകളാണ് ഒരു പൂവില് വരുന്നത്. ഈ 5 ദളങ്ങളും യോജിച്ച് ഒരു കുഴലിന്റെ രൂപത്തിലായിരിക്കും ഈ ഒരു പൂവ് ഇരിക്കുക. ആ കുഴലിന് തന്നെ ഒരു 1 ഇഞ്ച് നീളം വരും. ആ ഒരു കുഴലാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വളഞ്ഞുകൂടി ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഇതിന് കേർവിഫ്ലോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് കിട്ടിയത്. പൂക്കുലയ്ക്കാണെങ്കിൽ ഒരുപാട് ശിഖരങ്ങളുണ്ട്. ആ ശിഖരങ്ങളിലേക്കാണ് ഈ പൂക്കൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നീട് അത് ഫ്രൂട്ട് ആകുമ്പോഴേക്കും ഫ്രൂട്ടിന് ആദ്യം തന്നെ ഒരു പച്ച കളറിലാണ് ഉണ്ടാവുക. അത് തന്നെയാണ് ഇപ്പം നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പഴുത്ത് കഴിയുമ്പോഴേക്കും ഒരു ബ്ലാക്ക് കളറിൽ വരും. എക്സാക്ട്ലി ബ്ലാക്ക് ഒന്നും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, ഒരു ഗ്രേപ്പ് പർപ്പിൾ കളർ എന്നും വേണമെങ്കിൽ പറയാം. ഈ ചെടിയുടെ പച്ചയും പഴുത്തുമായിട്ടുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ പൂക്കളും പൂക്കളുടെ മുട്ടുകളും ഒക്കെ തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പല ഭാഗത്തായിട്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു പഴുത്ത ഫ്രൂട്ട്സ് ചെറിയ കൈപ്പോട് കൂടിയ ഫ്രൂട്ട്സ് ആണ്. അത് എഡിബിൾ ഒന്നും അല്ല. അത് ഈ ബെറീസ് പോലെ തന്നെ നല്ല ചെറുതുമാണ്, അതുപോലെ തന്നെ നല്ല ഹാർഡുമാണ്. ഇനി ഈ ചെടിയുടെ ഒരു ഫൈറ്റോ കെമിക്കൽ കോമ്പോസിഷൻ പറയുകയാണെങ്കിൽ ആനാൽജസിക്കും ആന്റി മൈക്രോബിയലും ആയിട്ടുള്ള ആൽക്കലോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫ്ലേവനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇമ്മ്യൂൺ മോഡുലേഷന് പറ്റുന്ന സാപ്പണിൻസ് ഉണ്ട്. ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചിങ് ആയിട്ടുള്ള ഫിനോളിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ആൻറ്റി ഹൈപ്പർടെൻസീവും സൈറ്റോടോക്സിക്കോ ആയിട്ടുള്ള സ്റ്റെറോയിഡ്സും ടെർപ്പനോയിഡ്സും ഉണ്ട്. ട്രോപ്പിക്കൽ ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള പലതരം ഓയിൽസും അതുപോലെ തന്നെ ഫാറ്റ്സും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിൻ്റെ ഒരു റിച്ച് പ്രൊഫൈൽ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ മെഡിക്കൽ യൂസേജും ഹെൽത്ത് ബെനിഫിറ്റ്സും ഒന്ന് നോക്കാം. അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗ്ലാദേശിലും ഒക്കെ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ ഒരു ഫേമസ് ഒറ്റമൂലിയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇത് എന്തൊക്കെ ചികിത്സയ്ക്കാണ് ഇത് യൂസ് ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണി എന്ന് പറഞ്ഞൊരു ട്രൈബ്സിൽ ഇതിൻ്റെ ഇല വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം കഷായം ജോണ്ടിസിനായിട്ട് യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇലയിൽ നിന്നും വേരിൽ നിന്നുമുള്ള എക്സ്ട്രാക്ട്സ് എടുത്തിട്ട് പനിക്കും, സാധാരണ പനിക്കും പിന്നെ മലേറിയയ്ക്കും യൂസ് ചെയ്യും. പിന്നെ ചുമയ്ക്കും കഫക്കെട്ടിനും ഇതിന്റെ ഇലയുടെ ചാറ് തിളപ്പിച്ച് യൂസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ മുറിവുകൾക്കും അൾസറിനും ഇതിന്റെ ഇല അരച്ച് തേക്കാറുണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ വേരരച്ച് പേസ്റ്റ് ആക്കി പാമ്പ് കടിക്കെതിരെയും അതുപോലെ തന്നെ മറ്റുള്ള പ്രാണികൾ കടിച്ചാലൊക്കെ തന്നെ ആന്റിഡോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നും പറയുന്നുണ്ട്. പിന്നെ കണ്ണിന്റെയും ചെവിയുടെയും ഇൻഫെക്ഷൻസ് ഒക്കെ മാറാനായിട്ട് ഇതിന്റെ ഇലയുടെ ചാറ് ഓയിലിട്ട് തിളപ്പിച്ച് ഒഴിക്കാറുണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ വേര് വെച്ചുണ്ടാക്കുന്ന കഷായം റുമാറ്റിസത്തിനും ന്യൂമോണിയയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ടെന്നും പിന്നെ മാനന്തവാടി ട്രൈബ്സ് ഒരുപാട് സ്കിൻ ഡിസീസസിന് ഈ ചെടിയുടെ തന്നെ പല ഭാഗങ്ങളും പല രീതിയിൽ യൂസ് ചെയ്യാറുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ആരും തന്നെ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ചെടി ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്യാറുള്ളതോ ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള പ്രേക്ഷകരുണ്ട് എങ്കിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും പിന്നെ അതിൻ്റെ ഔട്ട്കംസ് ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായിരിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ആയുർവേദ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ടോക്സിസിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും മെഡിക്കൽ യൂസേജസും ആപ്ലിക്കേഷൻസും ഉള്ള ഒരു ചെടി ആയതുകൊണ്ട് തന്നെ ഇത് സേഫ് ആയിട്ടാണ്, അതായത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിലും ഇന്റേണൽ ആപ്ലിക്കേഷനിലും സേഫ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. എന്നിരുന്നാലും ഒരു എത്തനോ മെഡിക്കൽ എക്സ്പെർട്ടൈസിന്റെ ഗൈഡൻസോട് കൂടി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആസ് ഓഫ് നൗ ഇത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ടോക്സിക് അല്ല എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് ഇത് കൂടുതലും ഉണ്ടാവുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് വരുന്നതിനേക്കാളും പാർഷ്യൽ ഷെയ്ഡിലാണ് ഇത് കുറച്ചും കൂടെ നന്നായിട്ട് വളരുന്നത്. പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റും അത്ര പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. നല്ല മോയിസ്റ്റ് ആൻഡ് വെൽ ഡ്രെയിൻഡ് ലോമി സോയിലാണ് ഏറ്റവും നല്ലത്. സോയിൽ കുറച്ച് അസിഡിക് ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ സീഡ്സ് വഴിയും പിന്നെ കമ്പ് കുത്തിയും ഒക്കെ ആയിട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. വെള്ളം അത്യാവശ്യം വേണം, നല്ല നനവ് വേണം.
വരൾച്ച അത്രയും താങ്ങില്ല എന്നാണ് തോന്നുന്നത്. ഇനി ഇതിൻ്റെ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ നല്ല എത്തനോ ബൊട്ടാനിക്കൽ വാല്യൂസ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. അത്യാവശ്യം ഭംഗി ഉള്ളതുകൊണ്ട് തന്നെ ഗാർഡനിലെ ഒരു ചെടിയായിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാം. കാരണം ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ കണി, ചക്മ എന്നീ പറഞ്ഞ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇത് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ബേസിക്കായിട്ട് ഒറ്റമൂലികളായിട്ടും മെഡിസിൻസ് ആയിട്ടും പല രോഗങ്ങളെ ട്രീറ്റ് ചെയ്യാനായിട്ടും പിന്നെ പാമ്പ് കടിക്കൊക്കെ എതിരെയും ഒക്കെ തന്നെ. പക്ഷേ ഇതൊക്കെ തന്നെ നെറ്റിൽ നിന്ന് കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻസ് ആണ്. നമ്മളവിടെ പോയി കണ്ട് മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ആയുർവേദത്തിലും സിദ്ധയിലും ഒക്കെ ലോക്കൽ ഹീലിംഗ് പ്രാക്ടീസസിലൊക്കെ യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ് ആയുർവേദത്തിലോ സിദ്ധ മെഡിസിൻസിലോ ഇല്ല എന്നും പറയപ്പെടുന്നുണ്ട്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ലോക്കൽ ഹീലിംഗ് പ്രാക്ടീസസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസും ആപ്ലിക്കേഷൻസും ഒന്നും തന്നെ കൂടുതലായിട്ടും ഡോക്യുമെന്റ് ചെയ്യാത്തതുകൊണ്ടും എവിടെയും റെഫറൻസുകൾ വളരെ ചുരുക്കമുള്ളതുകൊണ്ടും ഫാർമക്കോളജി ആൻഡ് ഫാർമസ്യൂട്ടിക് സ്റ്റുഡൻസിന് നല്ലൊരു റിസർച്ച് മെറ്റീരിയൽ തന്നെയായിരിക്കണം ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ വളരെ റെയർ ആയിട്ടുള്ള കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോമ്പോസിഷൻസ് ഒക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കൂടുതലും റിസർച്ച് നടത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.